ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എംപുരാനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ, ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിവാദങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അതിലൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ വാർത്ത ഒന്ന് കേട്ട് നോക്കാം. പക്ഷേ ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഈ വാർത്ത എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ എടുത്ത് വെക്കുമ്പോൾ ഉള്ള കാര്യമല്ല, ഒരു മണിക്കൂറിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറയാം. ആദ്യം നമുക്ക് ഒരു മണിക്കൂർ മുമ്പേ വന്ന വാർത്ത എന്താണെന്ന് നോക്കാം. ഈ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും അടക്കം വലിയ രീതിയിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സിനിമയിലെ രംഗങ്ങൾ അത് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന്, സിനിമ തിയേറ്ററിൽ എത്തിയത് മുതൽ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചു. തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണ്. ഇത് ലോകത്തെമ്പാടും 750 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസായത്. ലൂസിഫർ 2 എംപുരാൻ സിനിമ അത് റീസെൻസറിങ്ങിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവാദ ഭാഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റുമോ എന്നതാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ചില കലാപരംഗങ്ങൾ അതാണ് വിവാദമായതും. അപ്പോൾ ഇതായിരുന്നു വാർത്ത. ഞാൻ വാർത്ത റിയാക്ട് ചെയ്യാനുള്ള സംഭവം എടുത്തു വെച്ച് ഒന്ന് റിനേ വന്നിരിക്കുമ്പോഴേക്കും വാർത്തയുടെ മട്ടുമാറി. ന്യൂസ് 18 വന്ന വാർത്ത മറ്റൊന്നാണ്. കാരണം 17 ഭാഗങ്ങൾ വെട്ടിമാറ്റി എന്നാണ് വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഈ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ വെച്ചിട്ടാണ് സിനിമയുടെ പ്രദർശനം തുടരുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്താ അല്ലേ ഒരു സിനിമ. ഇനിയിപ്പോ ഒരു സിനിമയുടെ കഥയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അതാത് രാജ്യത്തെ പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ കണ്ട് കഥ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട ശേഷം വേണം ഇനി കഥകളൊക്കെ എടുത്തു തുടങ്ങാനായിട്ട്. പ്രൊപ്പഗാൻഡ മൂവിയൊന്നും ഇറങ്ങാത്തൊരു രാജ്യമായിട്ട് പ്രശ്നമില്ല. എംപുരാൻ എന്ന സിനിമയ്ക്കെതിരെ കനത്ത വിമർശനം വന്നിരിക്കുന്നത്. ആ വിമർശനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാണാതിരിക്കാനുള്ള കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമ കാണാൻ വേണ്ടി അടുത്ത ദിവസം ഞാൻ കാണാമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വെട്ടി മാറ്റിയ സിനിമയാണോ വെട്ടുന്നതിന് മുമ്പുള്ള സിനിമയാണോ ഞാൻ കാണാൻ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും വിവാദങ്ങൾ വായിക്കാതിരിക്കാനുള്ള കാരണം ആ സിനിമയെ എങ്ങനെ സമീപിക്കരുത്, ഒരു പ്രജുഡിസ്റ്റിക് സിനിമയെ സമീപിക്കരുതെന്ന് കരുതിയാണ്. ഇനിയിപ്പോൾ എന്താ നമ്മൾ കണ്ടറിയണം. എന്റെ ഒരു സംശയം ഇതാണ്, ഈ രാജ്യത്ത് ഇനിയിപ്പോ എങ്ങനെയാണ് കഥ പറയേണ്ടത്? കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രസ്താവനയായിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ്, സെൻസറിംഗ് ബോർഡിലെ RSS നോമികൾക്ക് തെറ്റുപറ്റിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോമിനീസിനെ വെച്ചിരിക്കുന്നത് ശരിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നോമിനീസിനെ എല്ലാ സ്ഥലത്തും കുത്തിതിരി കയറ്റാറുണ്ട്. പക്ഷേ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ സിനിമകൾ മാത്രം ഇറക്കാൻ പാടുള്ളൂ എന്നാണോ? അതിനു വേണ്ടിയിട്ടാണോ സെൻസറിംഗ് ബോർഡ് നോമിനികളെ കയറ്റുന്നത്? സിനിമയിൽ വന്നിരിക്കുന്ന ഭാഗങ്ങൾ അത് പ്രദർശന യോഗ്യമാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയല്ല. അല്ലെങ്കിൽ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ കാറ്റഗറൈസേഷൻ ഉണ്ട്. ആ കാറ്റഗറൈസേഷനിലേക്ക് ആ സിനിമകൾ ഇടുന്നതിന് വേണ്ടിയല്ലേ ഈ സെൻസറിംഗ് ഉള്ളത്? അല്ലാതെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയോ അവർ രാഷ്ട്രീയ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയാണോ സെൻസറിങ്? മാധ്യമങ്ങൾ പലതും ഹൈജാക്ക് ചെയ്യപ്പെടുന്നതൊക്കെ മനസ്സിലായി. ഇപ്പോൾ സിനിമയും ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. സിനിമ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്ദേശം പറയുന്നതിന് വേണ്ടി എടുത്ത സിനിമ അത് തങ്ങൾക്ക് യോജിച്ച സന്ദേശമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ആവശ്യമുള്ളത് വെട്ടിമാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കി പുറത്തിറക്കുക. എന്റെ സംശയം ഇതാണ്, നിങ്ങൾ പണ്ട് കൈയടിച്ചിട്ടില്ലേ പല സിനിമകൾക്കും? എന്തിനു പറഞ്ഞു ഈ മുരളി ഗോപിയുടെ സിനിമയ്ക്ക് നിങ്ങൾ കൈയടിച്ചിട്ടില്ല? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കണ്ടു. അതൊന്നും കട്ട് ചെയ്യണമെന്ന് ആർക്കും തോന്നിയില്ല. ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ലാവ്ലിൻ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇന്നത്തെ പോലെ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ കൂടി ഫേസ്ബുക്കിലൂടെ ഒരുപാട് വിമർശനങ്ങൾ ഇടത് ഹാൻഡിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭവങ്ങളിൽ നിന്നും ആ സിനിമകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സിനിമ വെട്ടിമാറ്റുക, തങ്ങൾക്ക് അനുകൂലമായിട്ട് കഥ മാറ്റിയെടുക്കുക. അതിന് തൊട്ടു മുന്നേ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും വ്യാപകമല്ല. ഓർക്കൂട്ടൊക്കെയാണ് ആ സമയത്ത് അത്യാവശ്യം വ്യാപകമായിട്ടുള്ളത്. അറബിക്കഥ എന്ന സിനിമ ഇറങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ വശത്തേക്കുള്ള ഒരു ചായ്വ് അതിനെ കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. ആ സമയത്തുള്ള പാർട്ടിയിലെ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമയ്ക്കെതിരെ ചർച്ചകളുണ്ടായി. പക്ഷെ ആരും പോയിട്ട് അത് വെട്ടിമാറ്റണമെന്ന് പറഞ്ഞില്ല. ഒരു രംഗവും വെട്ടിമാറ്റണമെന്ന് പറഞ്ഞു. അതിനൊക്കെ നമ്മൾ രാഷ്ട്രീയ വിമർശനമായിട്ടും അതിനെ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടും ഒക്കെ നമ്മൾ സ്വീകരിച്ചു. ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഈയിടെ കൂടി ഞാൻ കണ്ടോ ഒരു ചർച്ച യൂട്യൂബിൽ നടക്കുന്നത്. തൊട്ടു പിന്നാലെ മറ്റൊരു സിനിമ ഇറങ്ങില്ലേ, രൗദ്രം എന്നാണ് എൻ്റെ ഓർമ്മ സിനിമയുടെ പേര്. നേരെ തിരിച്ച് VS അച്യുതനെതിരായിട്ട് ആ സിനിമ ഇറങ്ങി. സന്ദേശം എന്ന സിനിമ ഇറങ്ങിയല്ലോ. അന്ന് പ്രബലരായിരുന്ന 2 പാർട്ടികളെയും വിമർശിച്ചുകൊണ്ടാണ് ആ സിനിമ ഇറങ്ങിയത്. ഏറ്റവും കൂടുതൽ അതിൽ വിമർശിക്കപ്പെട്ടത് ഇടതുപക്ഷമാണെന്ന് തോന്നുമെങ്കിലും ഈക്വൽ വിമർശനം നടന്നിട്ടുണ്ട് അതിനകത്ത്. കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടിയിൽ വിവരമുള്ളവരാരും ഇല്ലടേ എന്ന ചോദ്യം, അതുപോലെ അഹിംസ ഞങ്ങൾ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സംഭവം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നില്ലേ? മുരളി ഗോപിയുടെ മറ്റൊരു ചിത്രമാണല്ലോ, അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുന്നിറങ്ങിയ ചിത്രമാണല്ലോ ലൂസിഫർ എന്താ സംസാരിക്കുന്നത്? രാഷ്ട്രീയമല്ലേ? മാസ് BGM-ഉം മാസ് ഡയലോഗും മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത് ആ സിനിമയിൽ. കോൺഗ്രസ് പാർട്ടിയെ നേരെ നിർത്തിപ്പൊരിച്ച സിനിമയല്ലേ അത്? ആ സിനിമയിൽ നരച്ച മൊഴിയുടെ സംഭവം കാണിക്കും, നമ്മൾക്കെല്ലാം റിലേറ്റ് ചെയ്യാം. ഇന്ദിരാഗാന്ധിയുടെ
അതേ മുഖച്ഛായ പ്രിയങ്ക ഗാന്ധി കൊണ്ടെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ചെയ്ത ആ സംഭവത്തെ വിമർശിച്ചുകൊണ്ടാണ് ആ സിനിമയുടെ തുടക്കം തന്നെ, അല്ലെ? ക്രോണിക്കൽ ക്യാപിറ്റലിസം ഫണ്ട് ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഗതി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ പറയും ആ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണമെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെൻസറിംഗ് ബോർഡ് അന്ന് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമായിരുന്നു. അത് മാത്രമല്ലെന്നേ, മുരളി ഗോപിയുടെ രാഷ്ട്രീയം പറഞ്ഞ അല്ലാതെയുള്ള സിനിമകളൊക്കെ ഉണ്ട്. എന്തെന്നായിരുന്നു ആ സിനിമയുടെ പേര്? എനിക്ക് ഓർമ്മയില്ല. ദിലീപ് അഭിനയിച്ചൊരു സിനിമ, പേര് ഓർമ്മ വരുന്നില്ല. മറ്റൊന്ന് ഈ അടുത്ത കാലത്ത് എന്ന സിനിമ. ഈ അടുത്ത കാലത്ത് എന്ന സിനിമ കൃത്യമായിട്ട് വലതുപക്ഷം, തീവ്ര വലതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന രംഗങ്ങൾ ആ സിനിമയിലുണ്ട്. അതൊക്കെ വെട്ടിമാറ്റണമെന്ന് ആരും പറഞ്ഞില്ല. ആ രംഗങ്ങൾ വിമർശിക്കപ്പെട്ടു, പക്ഷെ വെട്ടിമാറ്റാൻ ആരും പോയില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പൊ ആ സിനിമയുടെ കഥ തന്നെ മാറ്റിയെന്നമാർ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയെന്ന് നമ്മുടെ ലേറ്റസ്റ്റ് ന്യൂസ് വന്നെന്ന് പറയുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കലാവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അതിലെ വില്ലന്റെ പേര് പരാമർശിക്കുന്നത്, ആ പേര് മാറ്റണം. പല ഭാഗങ്ങളും സിനിമ മ്യൂട്ട് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭാഷണങ്ങൾ. എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അതായത് തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു സംഭവത്തെ നിശബ്ദമാക്കിയെടുക്കുക. സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ഇനി അങ്ങോട്ട്. നമ്മൾക്ക് ആവശ്യമുള്ള സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇനിയിപ്പോൾ എങ്ങാനും എംബ്രാൻ ഒരു 4ാം പാർട്ടോ 5ാം പാർട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി മുസ്ലിം ലീഗിനാണ് വിമർശിക്കുന്നതെങ്കിൽ മുരളി ഗോപി കഥയുമായിട്ട് നേരെ മലപ്പുറത്തേക്ക് വിടേണ്ടി വരുമോ? തങ്ങളുടെ അടുത്ത് നിന്ന് കഥ പറഞ്ഞ് അപ്രൂവൽ മേടിക്കാൻ? അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വിമർശിക്കുന്ന സിനിമയാണെങ്കിൽ ഡൽഹിക്ക് പോകേണ്ടി വരുമോ? അരവിന്ദ് കെജ്രിവാളിനെ കേൾപ്പിച്ച കഥയുടെ രീതിയും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് എങ്ങനെ സ്ക്രിപ്റ്റ് മാറ്റണമെന്ന് പറയാൻ? ആ അവസ്ഥയിലേക്ക് പോകുമോ ഇനി കാര്യങ്ങൾ? എഴുത്തുകാരൊക്കെ നമ്മൾ കണ്ട്, പല എഴുത്തുകാര് കൽബുർഗിയെ പോലുള്ള ആളുകളൊക്കെ എങ്ങനെ നിശബ്ദരാക്കപ്പെട്ടു എന്നുള്ളത്. എഴുതുന്നവനെതിരെ എഴുതുന്നവന്റെ കൈത്തണ്ട വെട്ടിക്കളയുന്ന രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ. അതിനൊക്കെ ഇപ്പൊ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യണം ഇതിലൂടെ. ഈ വെട്ടിമാറ്റൽ കൈയല്ല, കൈവെട്ടി മാറ്റുവാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എഴുത്തുകാരൻ എഴുതി വെക്കുന്ന ഒരു സംഭവം, സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം തങ്ങൾക്ക് അനുകൂലമെങ്കിൽ അത് വെട്ടിമാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു പതിപ്പാണ്, അതിന്റെ തീവ്രമായ പതിപ്പാണ് ഈ കൈവെട്ടുന്നതൊക്കെ. അവിടെ വെട്ടാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വെട്ടാൻ പറ്റുമോ നോക്കും. മുരളി ഗോപി കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം, അത് വളരെ പ്രസക്തമാണ് ആ സംഭവം. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു തരാം. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ എഴുതിയെന്ന് പൃഥ്വിക്കറിയാം. പേടിച്ചു നിന്നാൽ പേന ചലിപ്പിക്കാനാവില്ല. കൃത്യമായ സാഹചര്യമാണ് ആ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഇന്റർവ്യൂ ഒന്നല്ലോ, ഇത് 2023 ഇന്റർവ്യൂ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോഴെടുത്ത ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വാർത്തയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഡയലോഗോ ഒരു സീനോ എഴുതുന്നതും അതൊരു പ്രത്യേക സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതും എന്തിനാണെന്ന് മനസ്സിലാക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി സിനിമയെ മനസ്സിലാക്കി ഡയറക്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ പ്രോഗ്രസ്. അതായത് പൃഥ്വിരാജിന് ഇത് മനസ്സിലായതിനു ശേഷമാണ് അദ്ദേഹം എടുത്തതെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായി പൃഥ്വിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എഴുതുമ്പോൾ ഇത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നൊന്നും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചാൽ പേന ചലിപ്പിക്കാനാവില്ല. ഇപ്പൊ ചലിപ്പിച്ച പേനകളെ മ്യൂട്ട് ചെയ്യുക, ഇത് എത്ര പേരെ ബാധിക്കുമെന്നൊക്കെ ചിന്തിച്ച് എഴുതാതിരിക്കുന്നതിൽ ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ കലയോടും ക്രാഫ്റ്റിനോടും ചെയ്യുന്ന ചതിയാണ്. അതാണ് സത്യം. ഇപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയെ വിമർശിക്കാം, ഏതറ്റം വരെ വിമർശിക്കാം, അതിലെ ആശയങ്ങളെ ആശയം കൊണ്ട് തന്നെ വിമർശിക്കാം. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങളെ മ്യൂട്ട് ചെയ്യുകയും അതിൽ വെട്ടിമാറ്റുകയും ചെയ്യുന്നത് സത്യത്തിൽ ആ സിനിമയോട് ചെയ്യുന്ന ചതിയാണ്, അല്ലെങ്കിൽ ഒരു കലാകാരനോട് ചെയ്യുന്ന ചതിയാണ്, ആ ക്രാഫ്റ്റിനോട് കാണിക്കുന്ന ചതിയാണ്. ആ സിനിമയിൽ പറയുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടടേ. ലൂസിഫറിൽ പറയുന്ന ഒരു സംഭവമാണ്, ഒരു മര്യാദ വേണ്ട ഇതിനൊക്കെ. ഇനിയിപ്പോൾ കഥ മാറ്റിയാണ് വരുന്നത്, കഥ തങ്ങൾക്ക് അനുകൂലമായി മാറി വരിക. പൃഥ്വിരാജിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ അഭിനയിച്ചൊരു സിനിമയുണ്ട്, നിങ്ങൾ സിനിമാ സംവിധാനമായിട്ട് അഭിനയിച്ചൊരു സിനിമ സെല്ലുലോയിഡ് എന്ന സിനിമ. അതായത് മലയാള സിനിമയിലെ ആദ്യ സിനിമയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, അല്ലെങ്കിൽ ആ സംവിധായകൻ പിന്നീട് നേരിട്ടുള്ള അവഗണനയെക്കുറിച്ച് പറയുന്ന ജെസ്സി ഡാനിയലിന്റെ കഥ പറയുന്ന സിനിമ. ആ സിനിമയിൽ ഒരു ക്രക്സ് എന്ന് പറയുന്നത് വളരെ കാലം ആ സിനിമ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ആ സിനിമ നശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അതിന്റെ റീലുകൾ വലിച്ചു പുറത്തേക്കിടുന്നു. അത് പിന്നീട് നശിച്ചു പോകുന്നൊരു സിനിമ. എംബ്രാന്റെ ഈ എഡിഷൻ, അതായത് ഈ 17 വെട്ട് വരുന്നതിന് മുമ്പുള്ള ഒരു എഡിഷൻ, നിങ്ങൾ ആ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണോ കാലങ്ങളോട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെ അത് സൂക്ഷിച്ചു വെക്കണം. കാരണം ഈ സിനിമയോട് ഇനി കാണിക്കാവുന്ന അവശേഷിക്കുന്ന ഒരു നീതി അത് മാത്രമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് വെട്ടി നിരത്തയിലെ പുറത്തേക്ക് വരുന്നത്, വെട്ടി നിരത്തി തങ്ങൾക്ക് അനുകൂലമായ കഥയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ എന്താണോ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്, എന്താണോ മുരളി ഗോപി എഴുതി വെച്ചിരുന്നത്, എന്താണോ നിങ്ങൾ അബ്രപാളിയിലേക്ക് പകർത്തി വെച്ചത്, അതിൻ്റെ ഒരു കോപ്പി, ഒറിജിനൽ കോപ്പി നിങ്ങൾ കാലത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുക. അതായിരിക്കും നിങ്ങൾക്കിനി ചെയ്യാവുന്ന, നേരത്തെ പറഞ്ഞതുപോലെ അവശേഷിക്കുന്ന കലയോട്, കലാകാരനോട്, ക്രാഫ്റ്റിനോട് ചെയ്യുന്ന അവശേഷിക്കുന്ന ഒരേ ഒരു നീതി.
ഇതൊക്കെ കേട്ടിട്ട് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.